ഹലോ. അപ്പോൾ ഇന്ന് പുതിയ വ്ളോഗായിട്ട് ഞാൻ എത്തിയേക്കുന്നതാണ്. ഇന്ന് നമ്മൾ അടിപൊളി ബീഫ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഉണ്ടാക്കുന്നത് ഞാനല്ല, മനുഷ്യൻ്റെ ഫ്രണ്ടാണ്. അവരതിനുള്ള എല്ലാ സാമഗ്രികളും അരിഞ്ഞെടുക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ ചേട്ടൻ്റെ പേര് നിജിൽ എന്നാണ്. ചേട്ടൻ മനുഷ്യൻ്റെ കൂടെ തന്നെ ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വീഡിയോ കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ഉണ്ട്. അതായത് ജനുവരി 1 ഈ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയായിരുന്നു. മനുഷ്യൻ്റെ ഫോണിൽ നിന്ന് ഞാൻ സെൻഡ് ചെയ്ത് മേടിച്ച് അത് കഴിഞ്ഞ് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോയി. മനുഷ്യനാണെങ്കിൽ എനിക്കിത് സെൻഡ് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് മനുഷ്യൻ്റെ ഫോണിൽ നിന്നും കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഞാനൊരു റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടപ്പോഴത്തേക്കും ഈ വീഡിയോസ് എല്ലാം കൂടി കയറി വന്നു. അപ്പോൾ ഞാനോർത്ത് നല്ലൊരു വീഡിയോ എടുത്തിട്ട് എന്തിനാണ് നമ്മൾ ഇടാതിരിക്കണേന്ന് ഓർത്തിട്ട് ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് സെറ്റപ്പാക്കി എടുത്തതാണ്. ഞാൻ നമ്മുടെ വീട്ടിൽ ഈ 2 പേരല്ലേ ഉള്ളൂ, പിന്നെ ജാനിക്കുട്ടിക്ക് ഒരു ഇത്തിരി മതിയല്ല. അത്രയും കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയില്ലേ എനിക്ക് ക്വാണ്ടിറ്റി ഒക്കെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ എന്ത് കറിയാണെങ്കിലും അതപ്പം തന്നെ എൻ്റെ കുളമായി പോകും. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും ശ്രമിക്കാറുമില്ല. വെറുതെ എന്തിനാണ് സാധനം കാശ് കൊടുത്ത് മേടിച്ചിട്ട് കുളമാക്കണമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ന്യൂ ഇയർ ആഘോഷിക്കാനും പിന്നെ മനുഷ്യൻ്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴത്തേക്കും നിജിലേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് നിജിലേട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. നിജിലേട്ടൻ്റേതായ ഭാവനയിലാണ് കറി വെക്കണത് കേട്ടോ. ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോയും എടുത്ത് ഇതും കണ്ട് നിൽക്കണേണ്. അപ്പോൾ ചേട്ടൻ പൊടികളെല്ലാം കൂടി ഇട്ട് അതൊക്കെ മൂപ്പിച്ചെടുത്ത് പിന്നെ അതുപോലെ തന്നെ ബീഫ് 2 കിലോ ബീഫായിരുന്നു. അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഞെരടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂപ്പിച്ച മസാല എല്ലാം കൂടി ബീഫിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടണം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് കൈവച്ചാകും കേട്ടോ ഇളക്കൽ. നന്നായിട്ട് തിരുമ്മി കൂട്ടി എടുക്കും കേട്ടോ. ഇനി ഇത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതാണ് ചെയ്യണത്. എല്ലാവരും സാധാരണ ബീഫ് കറി ഉണ്ടാക്കണ പോലെ തന്നെ. ജാനിക്കുട്ടി ജൂക്കുട്ടിന് ഉറങ്ങുവാണ്. മനുഷ്യൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരാനുണ്ട്. കുറച്ച് പേർക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അവർ രാത്രി ആകും. അതുകൊണ്ട് രാത്രിത്തേക്കാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തേക്കണത്. ഇതിപ്പോൾ നേരത്തെ പോയി ചേട്ടനെ കൊണ്ടുവന്നത് കറി വെക്കേണ്ടതായത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു 6-7 വിസിലാണ് ഇത് കേൾക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പുരട്ടിയെടുത്ത ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുള്ളിയും കറിവേപ്പിലയും ഇട്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. പിന്നെ കുക്കർ അങ്ങ് തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടാറ് സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല ബീഫിൻ്റെ ആ മണം അങ്ങ് അടിച്ചിട്ടില്ല. ഇത് നമ്മൾ ബീഫ് കട്ട് ചെയ്യാനെടുത്തുനിന്ന് തന്നെ കേട്ടോ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ബീഫിൻ്റെ വെള്ളം ഊറ്റിയെടുക്കുകയാണ്. ബീഫ് മാത്രമായിട്ട് എടുക്കുകയാണ്. അതായത് ബീഫ് ഫ്രൈ ചെയ്യാൻ എടുക്കണം, പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഊറ്റിയ വെള്ളം കളഞ്ഞിട്ടില്ല കേട്ടോ, അതവിടെ തന്നെ ഉണ്ട് ഒരു പാത്രത്തിലെടുത്ത്. അപ്പോൾ നമ്മൾ മൂപ്പിച്ച ആ ഗ്രേവിയിലേക്ക് ഈ വെള്ളം കുറച്ചങ്ങ് ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ട് വേണം പിന്നെ അതിലേക്ക് ബീഫെല്ലാം കൂടി ഇടും കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഏകദേശമൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുറിക്കും. എല്ലാം ഒരു തക്കാളിയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മനുഷ്യരുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാവരും എൻജോയ് ചെയ്യാണ്. പിന്നെ അവർ ഒരു കപ്പയൊക്കെ അരിയാണ്. പിന്നെ ഒരാളെ കപ്പ വളർത്താണ്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഞാൻ പിന്നെ വലിച്ചു നീട്ടി അങ്ങനെ പോകുന്നില്ല. അപ്പോൾ വീഡിയോ മുഴുവനും എല്ലാവരും കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ലാസ്റ്റ് വരെയും കണ്ടാലാണ് കേക്ക് കട്ടിങ്ങും പിന്നെ നമ്മൾ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയേക്കണേന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക.